ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഇത് ഹീറോൻ്റെ മാസ്റ്ററാണ്, പഴയ മോഡൽ മാസ്റ്ററാണ് വണ്ടി. അപ്പോൾ അത് ഒരു ആക്സിഡൻറ്റ് വർക്കൊക്കെ ആയിട്ട് നമ്മൾ കയറ്റിയതാണ്. അപ്പോൾ അതിന് ഇപ്പം ബാക്കിയത്തെ വർക്കൊക്കെ ഏകദേശം നമുക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് വണ്ടി ഉപയോഗിക്കാണ്ട് ഏകദേശം കുറച്ചാൾ ഇരുന്നായിരുന്നു. അതിനുശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ കംപ്രഷൻ തീരെ കുറവ്, എന്ത് ചെയ്ത് സ്റ്റാർട്ടായി കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ നമ്മളതിൻ്റെ ഹെഡിൻ്റെ ഭാഗം നോക്കുമ്പോൾ വാൽവൊക്കെ നല്ല രീതിയിൽ ലീക്കേജും കാർബണൊക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്ത് വാൽവ് സീറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കണം കേട്ടോ. കാരണം എഞ്ചിൻ കംപ്രഷൻ വളരെ കുറവാണ്. അപ്പോൾ കുറേ നേരം കിടന്ന് അടിച്ചാലാണ് സെൽഫൊന്ന് പതുക്കെ പൊട്ടി വരുള്ളൂ. വണ്ടി കറക്റ്റായിട്ട് സ്റ്റാർട്ട് ആയി നിൽക്കണമില്ല. അതാണ് മെയിനായിട്ടുള്ള കംപ്ലയിൻറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചാനാണ്. അപ്പോൾ സാധാരണ നമുക്ക് ആക്സിഡൻറ്റ് വർക്കുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇമാതിരി വർക്ക് വന്നതല്ല. പക്ഷേ നമുക്കിത് സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ആ കണ്ടീഷൻ നമുക്ക് തന്നു വിട്ടാലും ഈ പറഞ്ഞത് എപ്പോഴും സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നം കാണിച്ചുകൊണ്ടിരിക്കും. തന്നെയല്ല അത്യാവശ്യം പ്ലഗിലും അതേപോലെ തന്നെ വാൽവിലൊക്കെ നല്ല രീതിയിൽ കരിയുണ്ടായിരുന്നു. അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. പിസ്റ്റണൊക്കെ ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാർബൺ ഡെപ്പോസിറ്റ് നല്ല രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. ഇപ്പോൾ ഈ റിങ്സ് നമുക്ക് എന്തെങ്കിലും മാറ്റിയിടണം. അതേപോലെ തന്നെ ഹെഡ് അഴിക്കണ സമയത്ത് നമുക്ക് ഈ വാൽവ് സീറ്റ് ചെയ്ത് കയറ്റേണ്ടതായിട്ടുണ്ട്. വാൽവ് സീറ്റിംഗ് ചെയ്യണം. അതേപോലെ തന്നെ ഗ്യാസ്കറ്റുകളൊക്കെ നമ്മൾ മാറ്റി, അതായത് പാക്കിങ് ഐറ്റംസൊക്കെ നമുക്ക് മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. പിസ്റ്റൻ്റെ ഈ റിങ്സ് സ്റ്റാൻഡേർഡ് റിങ്സ് മാത്രം നമുക്ക് മാറ്റി റീസെറ്റ് ആക്കാം. ബാക്കിയത്തെ അത്യാവശ്യം ഒരുവിധം വർക്കുകൾ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോഴാണ് വണ്ടി സ്റ്റാർട്ടായി കിട്ടാത്ത ഈ കംപ്ലയിൻറ്റ് കാണിക്കുന്നത്. അപ്പോൾ അതും പ്രകാരം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു വർക്കാണത്. അതും പ്രകാരം നമ്മൾ അതും കൂടി അഴിച്ച് കൂട്ടത്തിൽ കൂടെ ക്ലിയർ ചെയ്ത് വിടണുണ്ട് കേട്ടോ. കാരണം അതല്ലെങ്കിലുള്ള പ്രോബ്ലം വെച്ചാൽ എപ്പോഴും നമുക്ക് സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ റണ്ണിങ്ങിൽ ഓഫായി പോവാം, മിസ്സിങ്ങിൻ്റെ പ്രശ്നം, ഐഡിങ് നിൽക്കുക, അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ട് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ കയറ്റിയേക്കാണ്. അപ്പോൾ കൂട്ടത്തിൽ കൂടെ അതും കൂടി ക്ലിയർ ചെയ്യണത് കേട്ടോ. അപ്പോൾ ബാക്കിയത്തെ വർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്കൊരു ക്രിസ്മസ് മുമ്പായിട്ട് നമുക്ക് ഇറക്കാവുന്ന രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ.